ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത ഒരു 20 നാരങ്ങ ഉണ്ട് കേട്ടോ. ഒട്ടും വെള്ളമൊന്നുമില്ല, നല്ലതുപോലെ തുടച്ച് തന്നെ എടുക്കണേ. ഒട്ടും കേടൊന്നും ഇല്ലാത്ത നാരങ്ങ നോക്കി എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത നാരങ്ങ നോക്കിയോ എടുക്കണേ. പച്ച നാരങ്ങയാണെങ്കിൽ കയ്പ്പ് കൂടുതലുണ്ടാവും. ആദ്യം നമുക്ക് ഈ നാരങ്ങയൊന്ന് വാട്ടിയെടുക്കണം. നാരങ്ങ വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഒരുപാട് വെന്ത് പൊട്ടിയൊന്നും പോകാൻ പാടില്ല. നാരങ്ങ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ നാരങ്ങ വല്ലാണ്ട് പൊട്ടിപ്പോവേ. നാരങ്ങ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരങ്ങയ്ക്കുള്ളിലെ ജ്യൂസൊക്കെ അങ്ങ് പോകും. നാരങ്ങയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വാട്ടിയെടുക്കുന്നത്. നാരങ്ങ നല്ല സോഫ്റ്റായിട്ടും വരും. ഇടയ്ക്ക് നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായി കഴിയുമ്പം വേണം കോരിയെടുക്കാനായിട്ട്. സോഫ്റ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് കോരിയെടുക്കണം. പിന്നെ വെച്ചുകൊണ്ടിരിക്കരുതേ, നാരങ്ങ പൊട്ടിപ്പോവും. നാരങ്ങ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും നാരങ്ങയുടെ പുറത്ത് എണ്ണമയം മാതിരി വരുവേ. നാരങ്ങ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ തന്നെ അങ്ങനെ കിടക്കാതെയാണ് കേട്ടോ. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നാരങ്ങയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ നാരങ്ങ നല്ലതുപോലെ തുടച്ചിട്ട് വേണം ഇനി കട്ട് ചെയ്തെടുക്കാനായിട്ട്. നാരങ്ങയെല്ലാം ഞാനിവിടെ നന്നായിട്ട് തുടച്ച് തന്നെ എടുത്തിട്ടുണ്ട്. തുടച്ചെടുത്ത സമയത്ത് തന്നെ നോക്കുമ്പം ചെറുതായിട്ടൊന്ന് നാരങ്ങയിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നാരങ്ങ പൊട്ടിപ്പോകാതെ നോക്കണം. നാരങ്ങ ചൂടുവെള്ളത്തിലിട്ടാൽ പൊട്ടിപ്പോകാതെ കോരിയെടുക്കുകയാണ് വേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ മതി. സമയമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുമേ. ഞാൻ എല്ലാ നാരങ്ങയും നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. നാരങ്ങ തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നാരങ്ങയുടെ പുറത്തുള്ള എണ്ണമയം മാതിരിയൊക്കെ ഇല്ലേ, അതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നാരങ്ങയുടെ ചുനയാണ് കേട്ടോ അത്. നാരങ്ങയ്ക്ക് ചുനയുണ്ടെങ്കിൽ കയ്പ്പ് കൂടുതലായിരിക്കും. കയ്പ്പ് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നാരങ്ങ വാട്ടിയെടുത്തതിന് ശേഷം തുടച്ചെടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇത് കണ്ടോ, നാരങ്ങയുടെ ഞെടുപ്പിൻ്റെ ഭാഗമില്ലേ ഇവിടെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ജ്യൂസ് പുറത്തോട്ട് വരും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. 4 ആക്കിയോ 5 ആക്കിയോ അത് നമ്മുടെ നാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. കുരുവൊക്കെ ഇതുപോലെ കാണും, അതെല്ലാം കളയണേ. ഇതുപോലെ കാണാൻ പറ്റുന്ന അത്രയും കുരുവും കളയുന്നതാണ് കേട്ടോ നല്ലത്. കുരു ഇട്ടാൽ കയ്പ്പുണ്ടാകും കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചില കുരുവൊക്കെ മുറിഞ്ഞൊക്കെ വരും. അതൊക്കെ കിടന്നു കഴിഞ്ഞാൽ നാരങ്ങ അച്ചാറിടുമ്പോൾ ഒന്നും കൂടി കഴിക്കുവേ. ഇതുപോലെ വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട്. ഇതിനു മുമ്പ് ഞാൻ വേറെ അച്ചാറുകളുടെയൊക്കെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒത്തിരി വലിപ്പമുള്ള നാരങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തോളുക. ചില സമയത്ത് നല്ല വലിപ്പമുള്ള നാരങ്ങയൊക്കെ കിട്ടും, ചിലപ്പം ചെറുതായിരിക്കുമേ കിട്ടുന്നത്. അത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നാരങ്ങയുടെ ഉള്ളിലെ ജ്യൂസ് അധികം പുറത്തോട്ട് പോകാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ നാരങ്ങയും കട്ട് ചെയ്തെടുക്കാവേ. ആ നാരങ്ങയുടെ ജ്യൂസും കൂടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തോളുക. ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ നാരങ്ങയും കട്ട് ചെയ്തെടുക്കട്ടെ. നാരങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പറ്റുന്ന അത്രയും കുരു മാറ്റണം കേട്ടോ. കുരു ഒട്ടും ഇല്ലാത്തതാണ് നല്ലത്. 1-2 കുരുവൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുരുവെല്ലാം മുറിഞ്ഞു വരൂലേ, അതൊക്കെ എന്താണെങ്കിലും എടുത്ത് കളയണം കേട്ടോ. അതല്ലെങ്കിൽ കയ്പ്പ് കൂടുതലുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഉപ്പ് അധികമൊന്നും അല്ല കേട്ടോ. അച്ചാറിന് നന്നായിട്ട് ഉപ്പൊക്കെ വേണേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പം നാരങ്ങയിലെ ജ്യൂസ് ഒന്നും കൂടി ഒന്ന് ഇറങ്ങി വരും. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം.
അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. കടുകൊക്കെ പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ. ഉലുവയുടെ കളറും മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. കടുകെല്ലാം പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ നല്ലെണ്ണയിലാണ് കേട്ടോ അച്ചാറിടുന്നത്. നല്ലെണ്ണയിൽ അച്ചാറിട്ടാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുവേ. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടാൻ നോക്കുക. ഇല്ലെങ്കിൽ വേറെ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അച്ചാറിന് എണ്ണയൊക്കെ കുറച്ച് അധികം വേണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാവേ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരട്ടെ കേട്ടോ. കറിവേപ്പിലയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയൊക്കെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് ആ ചൂടിൽ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നോളുവേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട്. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ല കേട്ടോ, നല്ല ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാവേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ആ കാശ്മീരി മുളകിന് ഒരു പച്ച കുത്തൽ കൂടുതലുണ്ട് കേട്ടോ. അത് മാറുന്നോടം വരെ ഇളക്കി കൊടുക്കണേ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം വിനേഗർ ചേർക്കുന്നുണ്ട്. 1 കപ്പ് വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് കായവും കൂടി ചേർത്ത് കൊടുക്കണം. വിനേഗറും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അച്ചാറിൻ്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ നാരങ്ങയിൽ നന്നായിട്ട് ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ നാരങ്ങയുടെ ജ്യൂസാണ് ഇറങ്ങിയത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർന്നിട്ട് ഒഴിച്ച് കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടിയിൽ ഉപ്പുണ്ടാവും, അതും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നാരങ്ങയെല്ലാം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ടിരിക്കുന്ന അച്ചാറാണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ.
തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എപ്പോഴും അച്ചാർ ഇട്ട് വെക്കുന്ന ബോട്ടിൽ വെള്ളമയം ഇല്ലാത്തതായിരിക്കണം. ഗ്ലാസ് ബോട്ടിലാണ് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അച്ചാർ എടുക്കുന്ന സമയത്ത് സ്പൂണിൽ വെള്ളമയം ഒന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഒക്കെ ഉള്ള സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവേ. ഇത്തരം കാര്യങ്ങളൊക്കെ അച്ചാർ എടുക്കുന്ന സമയത്തും നമ്മൾ ഇടുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളം ഒട്ടും ഇല്ലാത്ത പാത്രങ്ങളൊക്കെ എടുക്കുക. കട്ടിംഗ് ബോർഡാണെങ്കിലും വെള്ളമയം ഇല്ലാതെ എടുക്കണേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ സമയത്ത് ഉപ്പും കായപ്പൊടിയൊക്കെ നോക്കണം. ഉപ്പും എരിവും പുളിയും കായപ്പൊടിയും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കണേ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയൊരു തരിയോട് കൂടി വേണേ പൊടിച്ചെടുക്കാനായിട്ട്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തണുത്ത് കഴിയുമ്പം അച്ചാർ നല്ല കുറുകിയിരിക്കുവേ. ചെറിയൊരു ചാറുണ്ടോയെന്ന് ചോദിച്ചാൽ ചാറോടുകൂടി നല്ല കുറുകിയിരിക്കുന്ന അച്ചാറാണിത്. നാരങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുറേ നാൾ ഇരിക്കും കേട്ടോ. കേട് കൂടാതെ ഇരിക്കാനും നല്ലതാണ്. അച്ചാറൊക്കെ നമ്മൾ ഇട്ട് കഴിയുന്ന പാടെ കഴിക്കാൻ എടുക്കുന്നതല്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് ആ കറക്റ്റ് നല്ല സെറ്റായിട്ട് വരുവേ. നാരങ്ങയൊക്കെ നന്നായിട്ട് അലുത്ത് വരും. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച പുറത്ത് തന്നെ വെക്കും ഗ്ലാസ് ബോട്ടിലിട്ട്. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാവുള്ളൂ. ഒരാഴ്ച ഫ്രിഡ്ജിൽ വെക്കത്തില്ല കേട്ടോ, പുറത്ത് വെക്കുവേ. അതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അച്ചാർ കോരി നമ്മൾ ബോട്ടിലിൽ ഇടുന്ന സമയത്തും ഈ ചാറുണ്ടല്ലോ, ചാറ് വേണം മുകളിൽ നിൽക്കാനായിട്ട്. നാരങ്ങ കഷ്ണങ്ങളെല്ലാം അടിയിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണേ. അതുപോലെ തന്നെ എയർ കയറാതെ നാരങ്ങ കഷ്ണങ്ങൾ കോരി ഇടുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചിലർ ചേർക്കാറില്ല കേട്ടോ. ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ആ ഉപ്പ് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. ചേർക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒഴിവാക്കിക്കൊള്ളുക. നമ്മൾ നല്ല രീതിയിൽ നാരങ്ങയൊക്കെ വാട്ടിയെടുത്തതുകൊണ്ട് ഇപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞപ്പം കയ്പ്പ് വളരെ ലൈറ്റായിട്ടേ ഉള്ളേ. അപ്പോൾ നാരങ്ങ വാട്ടിയെടുത്തതിന് ശേഷം അച്ചാറിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്